ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ അനിശ്ചിതത്വം. റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട നടി രഞ്ജിനി നൽകിയ ഹർജിയിൽ വിധി വന്നതിന് ശേഷം മാത്രം റിപ്പോർട്ട് പുറത്തുവിടുകയുള്ളൂ എന്ന സർക്കാർ. കമ്മീഷന് മുന്നിൽ താൻ മൊഴി നൽകിയിട്ടുണ്ടെന്നും സ്വകാര്യതയെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് രഞ്ജിനി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. അതേസമയം റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിന് യാതൊരുവിധ തടസ്സവുമില്ലെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ സതീദേവി പ്രതികരിച്ചു. വിവിധ മാധ്യമ സ്ഥാപനങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് നൽകിയ വിവരാവകാശത്തിന് മറുപടിയായി ഇന്ന് 11 മണിയോടുകൂടി റിപ്പോർട്ട് ലഭിക്കുമെന്നായിരുന്നു അറിയിപ്പ് ലഭിച്ചിരുന്നത്. എന്നാൽ റിപ്പോർട്ടിൽ തന്റെ മൊഴിയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നടി ഹൈക്കോടതിയിൽ ഹർജിക്ക് പോയതോടെ സർക്കാർ തീരുമാനം മാറ്റി. അതേസമയം സംസ്ഥാന വനിതാ കമ്മീഷൻ ഹർജിയിൽ എതിർകക്ഷിയാണെന്നും റിപ്പോർട്ട് പുറത്തുവിടുന്നത് യാതൊരു തടസ്സവുമില്ല എന്നുമാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷൻ സതീദേവിയുടെ പ്രതികരണം. ഏതായാലും നമുക്ക് തിങ്കളാഴ്ച വരെ കാത്തു നിൽക്കാം. സ്റ്റേ ഇല്ലെങ്കിലും ഹൈക്കോടതി മുമ്പാകെ ഒരു ഹർജി ഫയൽ ചെയ്തു എന്ന് പറയുന്നു. ഹൈക്കോടതി ആ ഹർജി ക്ലോസ് ചെയ്തിട്ടില്ല. ആ ഹർജിയുടെ നിലനിൽപ്പ് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ആ ഹർജി നിലനിൽക്കുമോ എന്ന് കോടതി പറയട്ടെ. നിലനിൽക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കും. പേജ് നമ്പർ 49-ലെ 96-ാമത്തെ ഖണ്ഡികയും 81 മുതൽ 100 വരെയുള്ള പേജുകളിലെ 165 മുതൽ 196 വരെയുള്ള ഭാഗങ്ങളും ഒഴിവാക്കിയാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക. ചില നിർണായക മൊഴികൾ ഉൾപ്പെടുന്ന അനുബന്ധവും പ്രസിദ്ധീകരിക്കില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചതാണ്. കഴിഞ്ഞ മാസം 24-ന് ഇതേ രീതിയിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനിരിക്കെയാണ് ഹൈക്കോടതിയിൽ നിർമ്മാതാവ് സജിമോൻ പാറയിൽ ഹർജി നൽകിയ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് സ്റ്റേ വാങ്ങിയത്. ജനം, തിരുവനന്തപുരം.